നമസ്കാരം. ന്യൂസ് എഡിറ്ററിലേക്ക് സ്വാഗതം. മെയ് 19 ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എഡിറ്റോറിയലാണ് വായിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി പാലിക്കേണ്ട ചില ജനപ്രിയകരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് മാതൃഭൂമി എഡിറ്റോറിയൽ പറയുന്നത്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. മറക്കരുത് മനുഷ്യരെ എന്നാണ് അതിന്റെ ഹെഡിങ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരം ഏറ്റിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഭൂരിഭാഗം അംഗങ്ങൾ പുതുമുഖങ്ങളാണെന്നത് മന്ത്രിസഭയ്ക്ക് ഒളിപ്പകരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ എന്നിവരുടെ പങ്കാളിത്തം പക്വമുഖവും ഏകുന്നു. 2 വനിതകളാണ് മന്ത്രിമാരായത്. 9 വനിതാ സാമാജികരെ ലഭിച്ച UDFന് അവരിൽ ഒരാളെ കൂടിയെങ്കിലും മന്ത്രിപദവിയിലേക്ക് പരിഗണിക്കാമായിരുന്നു. ചില ജില്ലകൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന ആവലാതിയും ഉണ്ടായി. വിവിധ ഘടകങ്ങൾ കണക്കിലെടുക്കേണ്ടി വന്നപ്പോൾ യോഗ്യരായ പലരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു. അപ്പറഞ്ഞതിൽ കാര്യമുണ്ട്. രാഷ്ട്രീയ പ്രക്രിയകളിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാതെ തരമില്ല. 1991 UDF വിജയിച്ചപ്പോൾ ഇതേ പരിമിതി വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി കെ. കരുണാകരൻ അന്ന് ആര്യാടൻ മുഹമ്മദിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിനെ പറ്റി പത്രസമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞ് പരിതപിക്കുകയുണ്ടായി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗം UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ചിലത് നടപ്പാക്കാൻ തീരുമാനമെടുത്തു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ആശാവർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച തീരുമാനം 1 മാസത്തിനകം പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അംഗനവാടി ജീവനക്കാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ മാസവേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും തീരുമാനമായി. തുടക്കം നന്നായാൽ പകുതി നന്നായി എന്നാണല്ലോ പ്രമാണം. ആ നിലയ്ക്ക് പുതിയ സർക്കാരിന്റെ പ്രകൃതവും പോക്കും ഏതു വിധത്തിലാകുമെന്നതിനെക്കുറിച്ച് നല്ല സൂചനകളാണ് ആദ്യ ദിനത്തിൽ ഉണ്ടായത്. ജനപ്രിയ നടപടികൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ ഗൗരവതരമായ പ്രശ്നങ്ങൾ സംബോധന ചെയ്യാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം സർക്കാരിനെ കാത്തുകിടപ്പുണ്ട്. ക്ഷേമരാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയോ അതിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക പ്രയോജനത്തെക്കുറിച്ച് അറിയാവുകയോ അല്ല. സമ്പത്തിന്റെ നീതിയുക്തമായ പുനർവിതരണത്തിനും ചില വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനുമൊക്കെ ക്ഷേമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെ. നാടിന്റെ ഒട്ടാകെയുള്ള വികസനത്തിന് പരിപൂരകമാകണം അത്തരം നടപടികൾ എന്നതിലേക്ക് ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. പുതിയ സർക്കാരിന് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് സംസ്ഥാനത്തിന്റെ ധനകാര്യ രംഗം തന്നെയായിരിക്കും. എന്നാൽ അത് ക്ഷേമം മുൻഗണനയിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രേരണയും ആകരുത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയൊക്കെ സമൂഹത്തിൽ വരുത്താൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കാണാൻ വർഷങ്ങൾ പലത് കാത്തിരിക്കേണ്ടി വരും. ധനശാസ്ത്രജ്ഞർ ഉപദേശിക്കും പോലെ കണക്കില്ലാതെ കടമെടുക്കുന്നത് ആകരുത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുതിയ സർക്കാരിന്റെ മാർഗം. സാധാരണക്കാരെ നോവിക്കാതെ തന്നെ വരുമാന വർധനയ്ക്കുള്ള പുതുവഴികൾ കണ്ടെത്തുന്നതാകും അഭികാമ്യം. സാമൂഹിക വികാസവുമായി അഭേദ്യബന്ധമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ പുതിയ സർക്കാർ സക്രിയ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് ഇപ്പോൾ കെട്ടിടഭംഗിയും മെച്ചപ്പെട്ട ക്ലാസ് മുറികളുടെയും മേന്മ അവകാശപ്പെടാമെങ്കിലും ഓരോ ഘട്ടത്തിലും വേണ്ടതായ പഠന ബൗദ്ധിക നിലവാരം വിദ്യാർത്ഥികൾ ആർജിക്കുന്നില്ലെന്ന ആശങ്കയുണ്ട്.